ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക. ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്, ചോദിക്കുവാൻ നമുക്കൊരാളുണ്ട്. ധൈര്യമായി ചോദിക്കുവാൻ, ധൈര്യമായി പോയി ചോദിക്കുവാൻ നമുക്കൊരു ദൈവമുണ്ട് എന്ന് ആ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. മനുഷ്യരോട് ചോദിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മാനുഷികമായ ചിന്തയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് ചോദിക്കുക എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കണം. എന്നോട് ചോദിച്ചു കൊള്ളുക. അപ്പോൾ നമുക്ക് ചോദിക്കുവാൻ ഒരു ആളുണ്ട് ഈ ഭൂമിയിൽ. അത് വേറെ ആരുമല്ല, നാം ആരാധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിനക്ക് ചോദിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, നിനക്ക് കേൾക്കുവാൻ ഒരു സ്ഥലമുണ്ട്, നിനക്ക് യാചിക്കുവാൻ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ മുൻപിൽ പോയി കൈ നീട്ടുന്നതിനേക്കാൾ, മനുഷ്യന്റെ മുൻപിൽ പോയി യാചിക്കുന്നതിനേക്കാൾ, മനുഷ്യന്റെ മുൻപിൽ പോയി നിന്നെ താഴ്ത്തുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു വാക്യമാണ് നമുക്ക് വായിക്കാനിടയ. എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക. അപ്പോൾ നിനക്ക് ചോദിക്കുവാൻ, നിനക്ക് യാചിക്കുവാൻ, നിനക്ക് കേൾക്കുവാൻ ഒരു നല്ല പിതാവുണ്ട്, ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക. അതിനാല് ഇങ്ങനൊരു വാക്യം നമുക്കുള്ളത് കൊണ്ട് ധൈര്യമായി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അപ്പോൾ ദൈവത്തോട് ധൈര്യമായി ചോദിക്കാം. ഒന്ന്. രണ്ട്, ലജ്ജിക്കാതെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. മൂന്ന്, ഭയപ്പെടാതെ ധൈര്യമായി നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലജ്ജയില്ലാതെ, ഭയമില്ലാതെ, ഹല്ലേലൂയ, നാണമില്ലാതെ നമുക്ക് ധൈര്യമായി ദൈവത്തോട് ചോദിക്കാനായിട്ട് കഴിയും. ഒരു പക്ഷേ മനുഷ്യരുടെ മുൻപിൽ ഹല്ലേലൂയ നാം ഭയപ്പെടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മനുഷ്യരുടെ മുൻപിൽ നാം ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മനുഷ്യരുടെ മുൻപിൽ ചോദിക്കാൻ പറ്റാത്ത ഹല്ലേലൂയ അവസരങ്ങൾ നമുക്ക് കടന്നു വരും. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് ചോദിക്കുവാൻ, ധൈര്യമായി ചോദിക്കുവാൻ, ഭയമില്ലാതെ ചോദിക്കുവാൻ, ലജ്ജയില്ലാതെ ചോദിക്കുവാൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്, ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതിനാല് ധൈര്യമായി കൃപാസനത്തിലേക്ക് ധൈര്യമായി ചെന്ന് നിന്റെ ആവശ്യങ്ങൾ നിനക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിപരിശുദ്ധ സ്ഥലത്താണ് കൃപാസനമുള്ളത്. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല. നമ്മൾ പഴയ നിയമ സമാഗമന കൂടാരങ്ങളിലെല്ലാം എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അവിടെ ഹല്ലേലൂയ മഹാപുരോഹിതന് മാത്രമേ ഒരു ആണ്ടിൽ ഒരു പ്രാവശ്യം പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ. അത് ഭയന്നുകൊണ്ടാണ്, അത് പേടിച്ചുകൊണ്ടാണ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണനിമിത്തമായി, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണനിമിത്തമായി ഇന്ന് ധൈര്യമായി, ഹല്ലേലൂയ, ധൈര്യമായി, ഭയമില്ലാതെ, ധൈര്യമായി കരുണയ്ക്കായി, ധൈര്യമായി യാചിപ്പാൻ, ധൈര്യമായി ചോദിക്കുവാൻ നമുക്കൊരു കർത്താവുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ആരംഭത്തിലെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ദൈവത്തിന്റെ ദൂതനാണ്, നീ ദൈവത്തോട് ചോദിക്കുക. നിനക്ക് ചോദിക്കുവാൻ ഒരു നല്ല സ്ഥലമുണ്ട്, നിനക്ക് കേൾക്കുവാൻ ഒരു നല്ല സ്ഥലമുണ്ട്. മനുഷ്യന്റെ മുൻപിൽ പോയി നിന്നെ തന്നെ ലജ്ജാവഹമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമാണ് നീ ആരാധിക്കുന്ന ദൈവത്തോട് ചോദിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാര്യങ്ങൾ നിനക്ക് ദൈവത്തോട് ചോദിക്കാം.
ഹല്ലേലൂയ. നിന്റെ മുൻപോട്ടുള്ള പാതകളെ കുറിച്ച് ദൈവത്തോട് ചോദിക്കാം. നിനക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകൾ നിനക്ക് ദൈവത്തോട് ചോദിക്കാം. നിന്റെ ആവശ്യങ്ങൾ നിനക്ക് ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് ദൈവത്തോട് പറയാം. ആ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ അറിയുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ പരിശുദ്ധ പ്രാർത്ഥന കേൾക്കുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ചോദിക്കുന്നത് കേൾക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. നീ ചോദിക്കാത്തത് കൊണ്ട് പ്രാപിക്കാതെ ഇരിക്കരുത്. നീ ദൈവത്തോട് ചോദിക്കാത്ത കാരണത്തിനാൽ ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കാതെ പോകരുത്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ലജ്ജയില്ലാതെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. ഭയപ്പെടാതെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. മനുഷ്യന്മാരോടെല്ലാം ചോദിക്കുന്നതിന് പരിധിയുണ്ട്. പരിധി. ഹല്ലേലൂയ. മനുഷ്യരോട് ചോദിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് ഒരു മനുഷ്യന്റെ മുൻപിൽ നിനക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു പരിധി വിട്ട് മനുഷ്യന്റെ അടുക്കൽ പോയി ചോദിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ പരിധിയില്ലാതെ, അത് ഭയമില്ലാതെ, ലജ്ജ കൂടാതെ നിനക്ക് ചോദിക്കുവാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമ ഭക്തന്മാരെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് മനുഷ്യരല്ല ആശ്രയിച്ചത്, ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തോട് ചോദിപ്പാനായിട്ടിടയായിത്തീർന്നു. അത് സങ്കീർത്തനൻ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയാൻ കാരണം ഭക്തന്മാരുടെ, പഴയ നിയമകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരുടെ ഓരോ കാര്യവും അവർ ദൈവത്തോട് ചോദിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ദാവീദിനെ നിങ്ങൾ എടുത്തു നോക്കിക്കേ. ദാവീദ് അടിക്കടി പറയുന്ന, കർത്താവേ, ചോദിക്കുന്നുണ്ട്, ഞാൻ പുറപ്പെടണമോ, ഞാൻ യുദ്ധത്തിന് പോകണമോ, ഞാൻ ആ ശത്രുവിനെ പിന്തുടരണമോ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മോശയും ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവേ, ഞങ്ങൾ പുറപ്പെടണമോ, ഞങ്ങൾ യാത്ര തുടരണമോ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ആ ദൈവത്തോട് ചോദിക്കുകയാണ്. ചോദിക്കുവാൻ നിനക്ക് നല്ലൊരു സ്ഥലം ഈ ദൈവപാദപീഠമാണ്. നിന്റെ എല്ലാ വിഷയങ്ങൾക്കും, നിന്റെ നിന്റെ അനുദിന സാഹചര്യ, അനുദിന വിഷയങ്ങൾക്കും, നിന്റെ പ്രശ്നങ്ങൾക്കും, നിന്റെ വിഷയങ്ങൾക്കെല്ലാം ചോദിക്കുവാൻ, ആലോചന ചോദിക്കുവാൻ, നിനക്ക് ദൈവഹിതം ചോദിക്കുവാൻ നിനക്ക് പറ്റിയ ഒരു സ്ഥലമാണ് യേശു ക്രിസ്തുവിന്റെ പാദപീഠം. അതിനാൽ കർത്താവ് തന്നെ പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക. യേശു ക്രിസ്തുവും ഈ കാര്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എടുത്താട്ടെ എല്ലാവരും. മത്തായി സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ ഹല്ലേലൂയ, ഏഴാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. യേശു സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നോട്, ദൈവത്തോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ഇത് തന്നെ യേശു ക്രിസ്തു പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യാചിപ്പിൻ, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ യാചിക്കുക, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ മുട്ടുക. നിങ്ങൾക്ക് യാചിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ചോദിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക്
കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുവാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നല്ലൊരു സ്ഥലമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ ധൈര്യമായി ദൈവത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കാം. നിങ്ങളുടെ മുന്നേറ്റത്തിനുള്ള കാര്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കാം. നിന്റെ തലമുറയുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. നിന്റെ വേല സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധൈര്യമായി ഭയമില്ലാതെ ദൈവത്തോട് ചോദിക്കാം. നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് ദൈവത്തോട് ചോദിക്കാം. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട്, ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട്, പർവ്വതത്തിലെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട്, ഹല്ലേലൂയ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ദൈവത്തോട് ചോദിക്കാം. ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ട ആവശ്യമില്ല. ദൈവമാണ് പറഞ്ഞത്, എന്നോട് ചോദിച്ചു കൊടുക്കുക. കർത്താവ് പറഞ്ഞു, യാചിപ്പിൻ യാചിപ്പിൻ യാചിപ്പിൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യമായി കർത്താവിനോട് ചോദിപ്പാനായിട്ട് കഴിയും? കർത്താവ് ഇത് പറഞ്ഞതുകൊണ്ട്, എന്നോട് ചോദിച്ചു കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് ചോദിക്കാം. ആമേൻ. അതിൽ നിങ്ങൾ സങ്കോചപ്പെടേണ്ട ആവശ്യമേ ഇല്ല. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ലജ്ജ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. കാരണം ദൈവം പറഞ്ഞു, എന്നോട് ചോദിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ.